Audit in EDP environment. EDP environmentലെ ഓഡിറ്റിങ്ങിനെ കുറിച്ചാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പുതിയ മൊഡ്യൂളാണ്, മൊഡ്യൂൾ 5 വരുന്നതാണ്. ഇതാണ് ഓഡിറ്റ് ഇൻ EDP environment. അതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ആദ്യം നമ്മൾ പറയാം. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ മെക്കാനൈസ്ഡ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം is an accounting information system that processes financial transactions and events as per GAAP to produce report as per user requirement. A machinized അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. അത് പ്രോസസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് ആസ് പെർ GAAP ടു പ്രൊഡ്യൂസ് റിപ്പോർട്ട് ആസ് പെർ യൂസർ റിക്വയർമെന്റ്. യൂസർ ആവശ്യത്തിനനുസരിച്ച് റിപ്പോർട്ട് ലഭിക്കുന്ന വിധത്തിലുള്ള ജനറൽ അക്കൗണ്ടിങ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ഇവന്റ്സും ചെയ്യുന്നത് പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അല്ലെങ്കിൽ മെക്കാനൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്നുള്ളത്. ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ കമ്പ്യൂട്ടറൈസ്ഡ് എൻവയോൺമെന്റിൽ എന്തൊക്കെയാണ് ഒരു അക്കൗണ്ടിങ്ങിന് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെ, ഇമ്പോർട്ടൻസ് എന്ത്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെ, അതിൻ്റെ പ്രത്യേക ഫീച്ചേഴ്സ് എന്തൊക്കെ, അതുമായി ബന്ധപ്പെട്ട ഓഡിറ്റിംഗ് അറൗണ്ട് ദി കമ്പ്യൂട്ടർ ഉണ്ട്. Auditing around the computer, auditing through computers, computer assisted auditing technique, computer based accounting, conventional accounting, ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ രണ്ട് തരം അക്കൗണ്ടിങ് ആണുള്ളത്. സാധാരണ അക്കൗണ്ടിങ്, കൺവെൻഷണൽ അക്കൗണ്ടിങ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തിന്, ഗ്ലോബൽ വില്ലേജ് ആയിക്കൊണ്ടിരിക്കുക ലോകം. അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ എന്താണ്, ആക്യുറേറ്റ് ആയിരിക്കണം, അപ് ടു ഡേറ്റ് ആയിരിക്കേണ്ട ആവശ്യകത വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് മെത്തേഡ്സ് എന്ത് ചെയ്തു, മെക്കനൈസ്ഡ് ആക്കി ഇപ്പം മാറ്റി. അത് ഇപ്പോൾ നടത്തുന്നത് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിങ്ങിലൂടെയാണ്. മെയിൻറ്റെയിനിങ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് നടത്തുന്നത് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിങ്ങിലൂടെയാണ്, അതായത് EDP-യിലൂടെയാണ്. ആ മെക്കനൈസ്ഡ് സിസ്റ്റം ഇൻവോൾവ്സ് മെക്കനൈസേഷൻ ഓഫ് ലെഡ്ജേഴ്സ് എന്ത് ചെയ്തു, മെക്കനൈസ് ചെയ്തു. ആക്യുറസി ആൻഡ് സ്പീഡ് സ്ട്രെസ്ഡ് ഇൻ ദി പ്രോസസ്സിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻഫർമേഷൻ, ടാക്സസ്, multitude of other accounting related activities. There are different types of accounting packages are available. Different accounting packages available are Tally, Peachtree, DAC-EC തുടങ്ങിയ ഡിഫറെന്റ് അക്കൗണ്ടിങ് പാക്കേജസ് അവൈലബിൾ ആണ്. ഈ അക്കൗണ്ടിങ് പാക്കേജസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിന്റെ അക്കൗണ്ടുകൾ എന്താക്കി, ലെഡ്ജറുകളെ മെക്കനൈസ് ചെയ്തു. ആ മെക്കനൈസ് ചെയ്ത പ്രോസസ് ആണ്, മെക്കനൈസ്ഡ് അക്കൗണ്ട്സ് ആണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിക്ക സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഓഡിറ്റിങ്ങിൽ എന്തുണ്ടായോ, മാറ്റങ്ങൾ ഉണ്ടാവും. ഈ അക്കൗണ്ടിങ് സിസ്റ്റത്തിന് പല ന്യൂനതകളുണ്ട്, ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് ആണ് സ്പീഡ് എന്നുള്ളത്. ഓക്കെ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് EDP എൻവയോൺമെന്റിലുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ആണെങ്കിൽ
The work of recording transaction, preparation of books of accounts can be done with greater speed. വളരെ സ്പീഡായി തന്നെ കാര്യങ്ങൾ ചെയ്യാൻ എന്ത് ചെയ്യും സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ആണെങ്കിൽ അതിനെ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റും. നമ്മൾ കൺവെൻഷണൽ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന് വ്യത്യാസപ്പെട്ടെടുക്കുന്നത് അതിന്റെ സ്പീഡ് ഒന്നുകൊണ്ടാണ്. മറ്റൊന്നാണ് ഗ്രേറ്റർ ആക്യുറസി. മാനുവലി ചെയ്യുന്നതിനേക്കാളും ആക്യുറസി ഉണ്ടാവുക ആളുകൾ കമ്പ്യൂട്ടർ ചെയ്യുമ്പോഴാണ്. കമ്പ്യൂട്ടർ ചെയ്യുമ്പോൾ ആക്യുറസി സാധ്യത കൂടുതലാണ്. Greater accuracy, the chance of arithmetical error are very much reduced. Arithmetical error എന്ത് ചെയ്യും കമ്പ്യൂട്ടറിൽ ഉണ്ടാവില്ല. ഹ്യൂമൻ എറേഴ്സ് ആർ റെഡ്യൂസ്ഡ് ടു മിനിമം. ഹ്യൂമൻ എറേഴ്സ് എന്ത് ചെയ്യുന്നു റെഡ്യൂസ് ചെയ്യപ്പെടും. ഇതാണ് മറ്റൊന്ന്. ഗ്രേറ്റർ ആക്യുറസി ആണ് ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഗ്രേറ്റർ എക്കണോമി. അണ്ടർ മെക്കനൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം വർക്ക് ക്യാൻ ബി ഡൺ വിത്ത് മിനിമം സ്റ്റാഫ് വിത്ത് ലിറ്റിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വളരെ കുറഞ്ഞു വരും. കുറഞ്ഞ ഓപ്പറേറ്റിംഗ് കോസ്റ്റോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറഞ്ഞ സ്റ്റാഫിനെ ഉപയോഗിച്ചിട്ട് അക്കൗണ്ടിങ് ചെയ്യാൻ സാധിക്കും. അക്കൗണ്ടിങ് വർക്കിന് കൂടുതൽ സ്റ്റാഫിനെ നമുക്ക് നിയമിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഈ കൺവെൻഷണൽ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ നിന്നും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നത് വ്യത്യസ്തമാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 4-5 ആളുകൾ ചെയ്യുന്ന പണി ഒരു കമ്പ്യൂട്ടർ ചെയ്യും. ഇതാണ് മാനുവലി ചെയ്യുന്നതിന് പകരം കമ്പ്യൂട്ടർ ചെയ്താലുള്ള ഗുണം. അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ, ബെറ്റർ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ മെഷീൻസ് റെക്കോർഡ് പ്രിപ്പയർ ചെയ്യുന്നത് മെഷീൻസ് ആണ്. അത് വളരെ നീറ്റും ക്ലീനും ആയിരിക്കും. റെക്കോർഡ്സ് പ്രിപ്പയർഡ് ബൈ മെഷീൻസ് ആർ നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മൾ ഫയലുകൾ ഇങ്ങനെ തപ്പി നടക്കേണ്ടി വരില്ല. അതെന്താണ്, അത് കൃത്യമായ റെക്കോർഡുകൾ കൃത്യമായിട്ട് ക്ലീൻ ആൻഡ് നീറ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. മെഷീൻ റെക്കോർഡ്സ് ടെൻഡ് ടു ബി മോർ ലെജിബിൾ, സിസ്റ്റമാറ്റിക് ആൻഡ് യൂണിഫോം. മോർ ലെജിബിൾ ആണ്, സിസ്റ്റമാറ്റിക് ആണ് ആൻഡ് യൂണിഫോം ആണ്. നമുക്ക് ആവശ്യമുള്ള രേഖകൾ പെട്ടെന്ന് തന്നെ കിട്ടാവുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ആകുമ്പോഴാണ്. അതേസമയം മാനുവലി ആകുമ്പോൾ നമുക്കത് ഫയൽ തപ്പി പിടിച്ചെടുക്കേണ്ട അവസ്ഥയിലുണ്ടാവും. ചില ഫയൽ മിസ്സാകുന്നതോ അല്ലെങ്കിൽ അതിന് വേണ്ടി സമയം കളയുന്നൊരവസ്ഥയിൽ ഉണ്ടാകുന്നത് മാനുവൽ അക്കൗണ്ടിങ്ങിലാണ്. അതേസമയം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ അത്തരത്തിൽ ഒരു പ്രശ്നം വരുന്നില്ല. ബെറ്റർ ആയിരിക്കും റെക്കോർഡ്സ് എന്നുള്ളതാണ്. പിന്നെ ഗ്രേറ്റർ ഇൻഫർമേഷൻ, മറ്റൊരു പ്രത്യേകതയാണ് ഗ്രേറ്റർ ഇൻഫർമേഷൻ എന്നുള്ളത്. അത് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഏതൊക്കെ ടൈപ്സ് ഇൻഫർമേഷൻ ആവശ്യമാണ്, ഏതൊക്കെ സ്റ്റാറ്റിക്കൽ ഡാറ്റ നമുക്ക് എന്തിൻ്റെയൊക്കെ റിഗാർഡിങ് ഓപ്പറേഷൻസ് ഓഫ് ദി ബിസിനസ് ക്യാൻ ബി ഈസിലി കളക്റ്റഡ്. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ കളക്ട് ചെയ്യാൻ പറ്റും. കമ്പനിയുടെ ഏത് തരം ഇൻഫർമേഷൻ, എങ്ങനെയുള്ള ഇൻഫർമേഷൻ വേണം, അത് മാനുവലിനേക്കാളും നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലായിരിക്കുമ്പോൾ അതെന്ത് ചെയ്യും, ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഏതുതരം ഇൻഫർമേഷൻ നമുക്ക്, ഏതുതരം സ്റ്റാറ്റിക്കൽ ഡാറ്റയും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ മറ്റൊരു പ്രത്യേകത. Then interim report. ഇന്ററിം റിപ്പോർട്ട് നമുക്ക് ഇടക്കാല റിപ്പോർട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് പ്രത്യേകത. ഇന്ററിം അക്കൗണ്ട്സ് ക്യാൻ ബി പ്രിപ്പയർഡ് വിത്തൗട്ട് ഡിലേ. നമുക്ക് ഡിലേ ഇല്ലാതെ, അതേസമയം ഒരു 6 മാസത്തെ കണക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി മാനുവലി ചെയ്യുന്ന ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് ഡിലേ, താമസം വരും. അതേസമയം ഇത് കമ്പ്യൂട്ടറിൽ കൊടുത്ത വിവരങ്ങൾ വെച്ച് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, അത് കമ്പ്യൂട്ടർ അതിന്റെ ഒരു ഇന്ററിം റിപ്പോർട്ട്, 6 മാസത്തെ റിപ്പോർട്ട് അല്ലെങ്കിൽ ക്വാർട്ടർലി റിപ്പോർട്ട് അത് എന്ത് ചെയ്യും നമുക്ക് കാണിച്ചു തരും. ദിസ് വിൽ ഹെൽപ്പ് മാനേജ്മെന്റ് ടു ഡിക്ലെയർ ഇന്ററിം ഡിവിഡൻഡ്. ഇത് മാനേജ്മെന്റിന്, കമ്പനി മാനേജ്മെന്റിന് ഇന്ററിം ഡിവിഡൻഡ് ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇന്ററിം അതുപോലെ തന്നെ ഇടക്കാലത്തുള്ള റിപ്പോർട്ടുകൾ വെച്ചിട്ട് ഇനി ഭാവിയിൽ ചെയ്യേണ്ട പദ്ധതികൾ എന്ത് ചെയ്യുക, ആസൂത്രണം ചെയ്യാനും പാളിച്ചകൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. അപ്പം ഒരു മാനേജ്മെന്റിന് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്ന ഒന്നാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. മാനുവലി ആണെങ്കിൽ അത് റിപ്പോർട്ട് കിട്ടാനൊക്കെ എന്ത് ചെയ്യുന്നു, താമസം പിടിക്കും. Then collection of accounts ഈസിയാണ്.
The statement of accounts is available without any loss of time. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ എന്താണ് അത് വിത്തൗട്ട് ഡിലേ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യും ദിസ് മേക്ക് ഈസി ടു കളക്ഷൻ ഓഫ് ഡെറ്റ്. ഇത് നമുക്ക് നമ്മുടെ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ഡെറ്റ് കളക്ഷൻ ഓഫ് ഡെറ്റ് വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും കളക്ട് ചെയ്യാനൊക്കെ സാധിക്കും. നമ്മൾ അക്കൗണ്ട്സ് കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ഡാറ്റ അനാലിസിസ് ചെയ്യാൻ നമുക്ക് വൺസ് ബേസിക് ഇൻഫർമേഷൻ ഫെഡ് ഇൻ ടു കമ്പ്യൂട്ടർ. നമ്മൾ ഒരിക്കൽ കമ്പ്യൂട്ടറിൽ കൊടുത്ത് ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ക്യാൻ ബി സോർട്ടഡ് ഔട്ട് ഇൻ ടു മെനി ഡിഫറെന്റ് വേസ് ടു പ്രൊവൈഡ് അനാലിസിസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. കമ്പ്യൂട്ടർ അതെന്ത് ചെയ്യുന്നു മെനി ഡിഫറെന്റ് വേസിൽ അതെന്ത് ചെയ്യുന്നു സോർട്ട് ചെയ്യുന്നു ടു പ്രൊവൈഡ് അനാലിസിസ് ഓഫ് സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ട് it can be sorted out in many different ways. Different ways provide analysis of statement provide ചെയ്യാൻ പറ്റും. അനാലിസിസ് ഓഫ് ഡാറ്റ നമുക്ക് എളുപ്പമാണ്. കമ്പ്യൂട്ടർ ആണെങ്കിൽ നമുക്ക് ഒരിക്കൽ ഫീഡ് ചെയ്താൽ മാത്രം മതി. ആ ഫീഡ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക കമ്പ്യൂട്ടർ അതിന്റെ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു തരും എന്നുള്ളതാണ്. ദെൻ ഓവർ ടൈം. എന്താണ് ഓവർ ടൈം അവോയ്ഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഓവർ ടൈം വേജ് പേയ്മെന്റിന്റെ ആവശ്യം വരുന്നില്ല. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഓവർ ടൈം വേജിന്റെ പേയ്മെന്റ് എന്നുള്ള ഒരു ആശയം വരുന്നില്ല. കാരണം എന്താ, ദ വർക്ക് ഓഫ് അക്കൗണ്ട്സ് ആർ ക്വിക്ക്ലി കംപ്ലീറ്റ്. പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യും. The work accounts are done quickly. The entire account, final accounts are statement of accounts prepared without any loss of time. There is no additional workload വരുന്നില്ല. അതുകൊണ്ട് തന്നെ no overtime wage പേയ്മെന്റിന്റെ ആവശ്യം വരുന്നില്ല. കൂടുതൽ സ്റ്റാഫിന് ആവശ്യം വരുന്നില്ല. ഉള്ള സ്റ്റാഫിന് തന്നെ ഓവർ ടൈമിന് പണിയെടുപ്പിക്കേണ്ട ആവശ്യവും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. കമ്പൈലേഷൻ ഓഫ് സ്റ്റാറ്റിക്കൽ ഡാറ്റ. നമുക്ക് സ്റ്റാറ്റിക്കൽ ഡാറ്റ എന്ത് ചെയ്യുക കമ്പൈൽ ചെയ്യാൻ എന്ത് ചെയ്യുന്നു സഹായിക്കുന്നു. സ്റ്റാറ്റിക്കൽ ഡാറ്റ ആർ മെയ്ഡ് അവൈലബിൾ ടു ദി മാനേജ്മെന്റ് വിത്തൗട്ട് ഡിലേ ഇല്ലാതെ മാനേജ്മെന്റിന് സ്റ്റാറ്റിക്കൽ ഡാറ്റ എന്ത് ചെയ്യുന്നു അവൈലബിൾ ആകുന്നു എന്നുള്ളതാണ് ഇതിനെ പറ്റി. ദിസ് വിൽ ബി കൺവീനിയന്റ് ഫോർ ദി മാനേജ്മെന്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇത് മാനേജ്മെന്റിന് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നതാണ്. സ്റ്റാറ്റിക്കൽ ഡാറ്റ മാനേജ്മെന്റിന് ഡിലേ ഇല്ലാതെ കമ്പൈൽ ചെയ്ത് കൊടുത്ത് ഡാറ്റ ലഭ്യമാക്കുന്നതുകൊണ്ട് തന്നെ ഡിലേ ഇല്ലാതെ മാനേജ്മെന്റിന് അത് ഡിസിഷൻ മേക്കിങ്ങിന് കൂടുതൽ കൺവീനിയന്റ് ആക്കുന്നു എന്നുള്ളതാണ്, സൗകര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. റിഡക്ഷൻ ഇൻ ഓഡിറ്റ് ഫീസ്. ഓഡിറ്റ് ഫീസിൽ എങ്ങനെ റിഡക്ഷൻ ഉണ്ടാവുന്നതാണ്? അത് വർക്ക് ലോഡ് ഓഫ് ഓഡിറ്റ് വർക്ക് ഈസ് റെഡ്യൂസ്ഡ് ബൈ കമ്പ്യൂട്ടർ. വർക്ക് ലോഡ് ഓഫ് ഓഡിറ്റ് എന്ത് ചെയ്യുന്നു ഈ കമ്പ്യൂട്ടർ കൊണ്ട് റെഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു റൊട്ടീൻ ചെക്കിംഗ്, കാസ്റ്റിംഗ്, പോസ്റ്റിംഗ് ഇതൊന്നും ആവശ്യം വരുന്നില്ല. ട്രഡീഷണൽ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്ന അരിത്തമാറ്റിക്കൽ ആക്യുറസി പരിശോധിക്കേണ്ടിയിട്ടുള്ള റൊട്ടീൻ ചെക്കിങ്, കാസ്റ്റിംഗ്, പോസ്റ്റിംഗ് ഒക്കെ നമ്മൾ ഈ ഒരു ഓഡിറ്റിംഗ് എൻവയോൺമെന്റിൽ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ the auditor required short time checking. This will reduce the audit cost. Short time ആയിട്ടുള്ള ചെക്കിംഗ് ആവശ്യം വരുന്നുള്ളൂ. അത് reduce the cost of എന്താണ് ഓഡിറ്റ് എന്ത് ചെയ്യുന്നു കുറക്കുന്നു. Then next, disadvantages of computerized information system. കമ്പ്യൂട്ടറൈസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം, അക്കൗണ്ട് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ബിസിനസ് ഫേംസ്. ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്താല്ല സാധിക്കില്ല. അതായത് അതിന്റെ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് പർച്ചേസിങ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്തായിരിക്കും മച്ച് ഹൈ ആയിരിക്കും. ദിസ് കോസ്റ്റ് ഈസ് നോട്ട് ബിയറബിൾ ടു ദി സ്മോൾ ഫേംസ്. ചെറിയ സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് സാധിക്കുന്നതല്ല. ആൻഡ് പോസിബിലിറ്റി ഓഫ് ലോസിങ് കാർഡ് ആൻഡ് ലൂസ് ഷീറ്റ്സ് ഓർ ഫ്ലോപ്പി ഡിസ്ക്. നമ്മളിപ്പോൾ ഈ ലെഡ്ജർ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ എന്തായിരിക്കും കാർഡിലായിരിക്കും, അല്ലെങ്കിൽ ലൂസ് ഷീറ്റ്സിലായിരിക്കും, അല്ലെങ്കിൽ ഫ്ലോപ്പി ഡിസ്കിലായിരിക്കും കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് ചെയ്യാം.
അത് ഡേഞ്ചർ എന്ത് ചെയ്യുന്നു, ഡേഞ്ചർ ഓഫ് ദർ ലോസ്, അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് ഫ്രോഡ്ലന്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൾവേസ് ദർ, അവിടെ നശിപ്പിക്കാനും അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫ്രോഡ്ലന്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ഷീറ്റുകൾ എന്ത് ചെയ്യുക, കൂട്ടിച്ചേർക്കാനൊക്കെ ഉള്ള സാധ്യത അവിടെ ഉണ്ട്. കമ്പ്യൂട്ടറിന്റെ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ കബളിപ്പിക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യാം, അവിടെ ആഡ് ചെയ്ത് വെക്കാം. അത് ഇത്തരം സാധ്യതകൾ, പോസിബിലിറ്റി ഓഫ് ലോസ് ആകുന്നതുണ്ട്. അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഇത് കൂടി ചേർത്ത് വെക്കുന്നതിനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. Then difficulties to detect errors and fraud. നമുക്ക് errors and fraud detect ചെയ്യാൻ എന്തല്ല കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്താന്ന് സഹായിക്കുന്നില്ല. If there is an error in the original record, it may not be possible to detect such errors and fraud. അത് errors and frauds ഒന്നും ഡിറ്റക്ട് ചെയ്യാൻ കമ്പ്യൂട്ടറിന് കഴിയില്ല എന്നുള്ളതാണ്. Then difficulty to understand a transaction. ഒരു ട്രാൻസാക്ഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. അണ്ടർ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം to understand a transaction, it takes a lot of time because practically no narration is provided to anyone. ഇവിടെ ഓരോ എൻട്രിക്കും നറേഷൻ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നറേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് എൻട്രി എന്നുള്ളത് മനസ്സിലാക്കാൻ എന്ത് ചെയ്യും, ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ it is easy to understand several transactions to the audit. It is not easy to understand several transactions to the auditor. Several transactions എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് ഓഡിറ്റർക്ക് സാധിക്കില്ല. It is not easy to understand several transactions to the auditor. നോ നറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ട്രാൻസാക്ഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എന്ത് ചെയ്യും, ഓഡിറ്റർക്കും ബുദ്ധിമുട്ട് നേരിടും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പിന്നെയുള്ളത് it is not suitable for small business firms. Possibility of losing cards and lost sheet or floppy disk, അതുപോലെ പെൻ ഡ്രൈവ് ആണ്, അത് ഹാർഡ് ഡിസ്ക് ആണ്, അല്ലെങ്കിൽ CD ആണ്, DVD CD. Then difficulties to detect errors and frauds, difficulty to understand the transaction. It is not easy to understand certain transactions. Easy to make alterations വരുത്താനുള്ള സാധ്യതയുണ്ട്. In any cases of only permanent records of transactions may be carbon copy or floppy disk അല്ലെങ്കിൽ അതിന്റെ CD ഒക്കെ അവൈലബിൾ ആയിരിക്കുള്ളൂ. അതിലൊക്കെ എന്ത് ചെയ്യുക, ഈസി ടു ആൾട്ടർ എൻട്രി വിത്തൗട്ട് ഗ്രേറ്റ് ഡിഫിക്കൽട്ട്, വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ മാറ്റങ്ങളും തിരുത്തലുകളും വരുത്താൻ എളുപ്പമാണെന്നുള്ളതാണ് കമ്പ്യൂട്ടറിൽ ആണെങ്കിൽ. പിന്നുള്ളത് എഫക്ട്സ് പവർ ഫെയിലിയർ ബ്രേക്ക് ഡൗൺ ടു ദി വർക്കിംഗ്. പവർ ഫെയിലർ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ടു ദി വർക്കിംഗ്, അതായത് കറണ്ട് പവർ ഫെയിലർ ഒക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യും, നമ്മുടെ വർക്കിനെ അത് അഫക്റ്റ് ചെയ്യും. കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പവർ പോകുന്നത് ഫ്രീക്വന്റ് ആയിട്ടുള്ള പവർ ഫെയിൽ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വിൽ അഫക്റ്റ് ദി വർക്കിംഗ് ഓഫ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് എന്ത് ചെയ്യുന്നു, അഫക്റ്റ് ചെയ്യുന്നു. പവർ ഫെയിലർ ആയി കഴിഞ്ഞാൽ വർക്കിങ്ങിന് അത് എന്ത് ചെയ്യുന്നു, ബാധിക്കും. പ്രത്യേകിച്ച് പറയേണ്ടയില്ല. കറണ്ട് പോയിരുന്നത് എന്ത് ചെയ്യുന്നു, ഓഡിറ്റിംഗ് വർക്ക് അക്കൗണ്ടിങ് വർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആകുമ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യും. ഇറ്റ് ക്രിയേറ്റ്സ് അൺഎംപ്ലോയ്മെന്റ്. മറ്റൊരു വലിയൊരു പ്രശ്നമായിട്ട് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. മെഷീൻ ത്രോസ് എംപ്ലോയീസിനെ ജോബ്ലെസ് ആക്കി മാറ്റും. അത് അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം ഉണ്ടാക്കുന്നതാണ്. ലൂസ് ഷീറ്റ്സ്, കാർഡ്സ് അല്ലെങ്കിൽ CD ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ നോട്ട് ആക്സെപ്റ്റഡ് ബൈ കോർട്ടിൽ എന്താണ് തെളിവായിട്ട് കാണിക്കാൻ പറ്റില്ല. റെക്കോർഡ്സ് മെയിൻറ്റൈൻഡ് ഇൻ ലൂസ് ഷീറ്റ്സ് ഓർ കാർഡ് വിൽ ഹാവ് എനി വാല്യൂ ഇൻ ദി ഐ ഓഫ് ലോ ഇൻ റിഗാർഡ് ടു ട്രൂത്ത്ഫുൾനെസ്. അതിന്റെ ട്രൂത്ത്ഫുൾനെസ് ഇപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് എന്താണ് നിയമസാധ്യത ഇല്ല എന്നുള്ളതാണ്. ദെൻ ആബ്സെൻസ് ഓഫ് ഇൻപുട്ട് ഡോക്യുമെന്റ്സ്. പിന്നെ ഒരു പ്രശ്നമുള്ളത് ഇൻപുട്ട് ഡോക്യുമെന്റ്സ് ഇല്ല എന്നുള്ളതാണ്. ഇൻ ട്രഡീഷണൽ അക്കൗണ്ടിംഗ് സിസ്റ്റം ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് ഓൺ ബേസിസ് ഓഫ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് സച്ച് എസ് വൗച്ചർ, ഇൻവോയ്സ്, റെസീറ്റ് ഇതൊക്കെ ഉണ്ടാവും. എന്നാൽ സച്ച് ഡോക്യുമെന്റേഷൻ നോട്ട് ഓൾവേസ് വിൽ ബി അവൈലബിൾ
in case of computerized system. Computerized system ഇത് ഇങ്ങനത്തെ available ആയിരിക്കണമെന്നില്ല. Some data are entered directly to the computer without supporting documents. There may not be sufficient input documents. For example, purchase order ചെയ്യുകയാണെങ്കിൽ, sales order ചെയ്യുകയാണെങ്കിൽ directly into online system നമ്മൾ ചെയ്യുകയാണ് ചെയ്യുക. This is an authorization of the basic. ഇത് ചിലപ്പം വിത്തൗട്ട് ഓതറൈസേഷൻ ഓട് കൂടിയായിരിക്കും എന്ത് ചെയ്യുക. Then next, lack of visible audit track. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഓഡിറ്റ് ട്രാക്ക് നമുക്ക് ഉണ്ടാവില്ല. ട്രഡീഷണൽ അക്കൗണ്ട് സിസ്റ്റത്തിലാണ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് വിച്ച് ഫോളോസ് അസറ്റ് പാറ്റേൺ. ഫസ്റ്റ്ലി ബേസിക് ഡോക്യുമെന്റ്, ദെൻ വൗച്ചർ, ഇൻവോയ്സ്, റെസീറ്റ്, ഇതിന്റെ ഒരു പ്രിപ്പയർ ചെയ്തൊരു ഒരു ട്രാൻസാക്ഷൻസിന്റെ ഒരു ട്രാക്ക് നമുക്ക് കിട്ടും. Then an entry is made to prime book of account, journal book. Finally, posting is made in the ledger. The each transaction is a visible trial, which the auditor has. Thus, each transaction is a visible trial which the auditor has to follow. Computerized account system നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പാറ്റേൺ നമുക്ക് ഉണ്ടാവില്ല. അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഇസ് നോട്ട് ഇത്തരത്തിലുള്ള അക്കൗണ്ട് ട്രാൻസാക്ഷൻസിന് ഒരു ഓഡിറ്റ് ട്രാക്ക് നമുക്ക് ഉണ്ടാവില്ല. ലാക്ക് ഓഫ് വിസിബിൾ ഔട്ട്പുട്ട്. നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് സിസ്റ്റത്തിന് മറ്റൊരു പോരായ്മയാണ് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗിലാണെങ്കിൽ നമുക്ക് ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഫയലിലായിരിക്കും. അത് വിച്ച് ഈസ് റീഡബിൾ ഓൺലി ബൈ കമ്പ്യൂട്ടർ കൊണ്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന മാത്രമാണ്. അതിന് ഒരു ഔട്ട്പുട്ട് ആയിട്ടുള്ള റെക്കോർഡ്സ് നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത്രയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് സിസ്റ്റത്തിന്റെ ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് പറഞ്ഞത്. അഡ്വാൻറ്റേജസ്: സ്പീഡ്, ആക്യുറസി, എക്കണോമി, better records, greater information, copies required, records entering accounts, collection of accounts, analysis of data, avoid overtime, compilation of statistical data, reduction in audit fees. Advantage, disadvantage പറഞ്ഞു, not suitable for small business firms, possibility of losing data loss ചെയ്യാനുള്ള സാധ്യതയുണ്ട്, difficulties to detect errors and fraud, difficulty to understand the transaction. It is not easy to understand several transactions to the auditor, easy to make trends after power failure, effective power failure, details, then it creates unemployment, those sheet and card not accepted by court, then absence of input documents, lack of visible audit track, lack of visible output. ഇത്രയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഓക്കെ.